നോക്കൌട്ടിലെ രണ്ടാമത്തെ മത്സരം കരുത്തരായ ബ്രസീലും ഏഷ്യൻ ശക്തിയായ ജപ്പാനും തമ്മിലാണ്. 1982 ശേഷം ഇത് തുടർച്ചയായ 12ാം തവണയാണ് ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിന്റെ സ്റ്റാർ പ്ലെയറായ വിനീഷ്യസ് ജൂനിയർ കളിച്ച 3 കളികളിലും സ്കോർ ചെയ്ത് മികവ് തെളിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു വേൾഡ് കപ്പിലെ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളിലും സ്കോർ ചെയ്യുന്ന 5ാമത്തെ ബ്രസീലിയൻ എന്ന റെക്കോർഡും വിനീഷ്യസ് ഓൺ ചെയ്തു കഴിഞ്ഞു. ആരാധകർക്ക് ആവേശം പകരുന്ന മറ്റൊരു കാര്യം, നീണ്ട 981 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ താരം നെയ്മർ ബ്രസീൽ ജേഴ്സിയിൽ തൻ്റെ 4ാമത്തെ വേൾഡ് കപ്പിൽ സ്കോട്ട്ലൻഡിനെതിരെ അവതരിച്ചു എന്നതാണ്. ജപ്പാനാണെങ്കിൽ ഇതുവരെ റൗണ്ട് 16-നപ്പുറം ഒരു വേൾഡ് കപ്പിലും കടന്നിട്ടില്ല. 4 തവണയാണ് റൗണ്ട് 16-ൽ ജപ്പാൻ കാലിടറി വീണിട്ടുള്ളത്. തങ്ങളുടെ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ തന്നെ 2ാം തവണ പരാജയമറിയാതെ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ച ജപ്പാനിൽ ആരാധകർ വിശ്വാസമർപ്പിക്കുമ്പോൾ തീപാറുന്ന പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെയുള്ള ഹെഡ് ടു ഹെഡ് മാച്ചസ് എടുത്താൽ 7-ൽ 6 വട്ടവും കാനറികൾ ജയിച്ചപ്പോൾ 1 തവണ ജപ്പാൻ വിജയം നേടിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു വിജയം ഏറ്റവും അവസാനത്തെ അവരുടെ ഏറ്റുമുട്ടലിലായിരുന്നു എന്നത് ബ്രസീലിനെ വിറപ്പിക്കുമെന്ന് തീർച്ച. അതും ആദ്യം 2 ഗോൾ പിന്നിൽ നിന്ന ശേഷം 3 എണ്ണം തിരിച്ചടിച്ച്. അന്ന് അവരുടെ വിജയ ഗോൾ നേടിയ അയാസെ ഉയേഡ തന്നെയാണ് ഈ ടൂർണമെന്റിലെയും ജപ്പാന്റെ ടോപ്പ് സ്കോററും ടോപ്പ് അസിസ്റ്റും. 4-1-2-3 ഫോർമേഷനാണ് ആഞ്ചലോട്ടിയുടെ ബ്രസീൽ ടീമിന്റെ പ്രെഡിക്റ്റഡ് ലൈനപ്പ്. ഹാംസ്ട്രിങ് ഇഞ്ചുറി പറ്റിയ റാഫീഞ്ഞ മാത്രമാണ് സ്ക്വാഡിൽ അവൈലബിൾ അല്ലാത്തത്. മറുവശത്ത് 3-4-2-1 പോസിബിൾ ലൈനപ്പുള്ള ജപ്പാൻ നിരയിൽ നീ ഇഞ്ചുറി കാരണം കുപ്പ ഒഴിച്ച് എല്ലാവരും അവൈലബിൾ ആണ്. എന്തായാലും ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ ഈ 2 ടീമിൽ ആരായിരിക്കും മുന്നോട്ട് പോവുക എന്ന് അറിയാം.